യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ മഹത്വം. എൻ്റെ പേര് മിനി തോമസ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകളുടെ ഭർത്തൃപിതാവ് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെയാണ് മെയ് മാസം 2019 മെയ് മാസം 12-ാം തീയതി ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ തിരുക്കുമാരന് നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയ്ക്ക് സമർപ്പിച്ച നിയോഗത്തിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ മകൻ കാനഡയിൽ ഉപരിപഠനത്തിന് പോയിരിക്കുകയായിരുന്നു. അവൻ HROയുടെ ഒരു ഡിപ്ലോമ കോഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത 12-ാമത്തെ ദിവസം എൻ്റെ മകൻ്റെ എക്സാം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. റിസൾട്ട് വന്നിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആ സമയത്ത് അവനൊരു ജോലി അത്യാവശ്യമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ 12-ാം ദിവസം മകൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത അതേ കമ്പനിയിൽ അവിടുത്തെ ഓഫീസർ എൻ്റെ മകനെ HRO ആയിട്ട് നിയമിച്ച് ഉത്തരവ് കൊടുത്തു. എൻ്റെ മകൻ പോലും അത്ഭുതപ്പെട്ടു പോയി. സെക്യൂരിറ്റി ആയിട്ടിരുന്ന ഒരാളെ അതേ സ്ഥാപനത്തിൽ തന്നെ HRO ആയിട്ട് നിയമിച്ചപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിച്ചു. പിന്നീട് 8 വർഷമായി 3-4 വാടക വീടുകളിൽ മാറി മാറി താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. 2019 ജൂലൈ മാസത്തിലെ ഉടമ്പടി ധ്യാനത്തിന് വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു: ഇനി നമ്മൾ വീട് വയ്ക്കുന്നതിനും വീട് വാങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്ന സമയമാണ്. നെഞ്ചിൽ സമയഘടികാരമായി പ്രത്യക്ഷ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. നമുക്കതിനാൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ അങ്ങനെ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളായ സെപ്റ്റംബർ 8-ാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് മക്കൾക്ക് സമ്മാനമായിട്ട് സ്വന്തമായി ഒരു ഭവനം ഒരുക്കി തരണമേ എന്ന്. പരിശുദ്ധ അമ്മ സെപ്റ്റംബർ മാസം 5-ാം തീയതി ആയപ്പോഴത്തേക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വന്തമായൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ മകളും എൻ്റെ മകളുടെ ഭർത്തൃ സഹോദരിയും 2 പേരും നേഴ്സുമാരാണ്. ഒരാൾ മുംബൈയിലും ഒരാൾ സൗദിയിലും ജോലി നോക്കുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ആ വീട്ടിൽ അമ്മയില്ല, എൻ്റെ മകളാണ് ശരിക്കും ആ വീട്ടിലൊരു അമ്മയുടെ സ്ഥാനത്തും, പിന്നെ അമ്മയില്ലാത്ത മക്കൾക്ക് ഞാനും ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ആ മക്കൾക്ക് 2 പേർക്കും UK പോയി ഒരുമിച്ച് അടുത്തടുത്തെങ്കിലും ജോലി ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടുവാണെങ്കിൽ അവർക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി 2 പേർക്കും UK പോകാൻ സാധിച്ചു. അതുപോലെ നമ്മൾ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ പത്രം വായിച്ച് അക്രൈസ്തരായിട്ടുള്ളവരും ഉടമ്പടി തൈലത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ എല്ലാ ഉടമ്പടി വസ്തുക്കളെയൊക്കെ ചോദിക്കുകയും അറിയുകയും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സമീപിക്കാറുണ്ട്. അങ്ങനെ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ, അവൻ്റെ പാദം നിലത്തുറപ്പിച്ച് ചവിട്ടാൻ കഴിയുമായിരുന്നില്ല. മുട്ടു കൂഞ്ഞി മാത്രമേ ഇരിക്കുമായിരുന്നുള്ളൂ. ഒരു 10 ഡോക്ടർമാരെ കാണിച്ചു. 10ാമത്തെ ഡോക്ടറെ കാണിക്കുമ്പോഴാണ് നമ്മുടെ പത്രം കിട്ടി ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയുന്നത്. അവരെൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോഴത്തേക്കും പല ഡോക്ടർമാരെയൊക്കെ കണ്ട് ആ മകൻ്റെ കാലിൽ അവർ ബാൻഡേജൊക്കെ ചുറ്റി വെച്ചിരുന്ന ഫലമായി കാല് ചെറുതായിട്ട് ശോഷിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു ശനിയാഴ്ച ഞാൻ ഉപവാസം എടുത്ത് അന്നാണ് ആദ്യമായിട്ട് പോകുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി കുരിശു വരച്ചു. അപ്പോൾ ആ മകനൊരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു. 2023 ജൂലൈ അവസാനം ഞാൻ അവനെ കൊണ്ട് ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മകൻ ആശ്വാസമായെന്ന് പറഞ്ഞു. അതുവരെ ആ മകനെ അവൻ്റെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുവിടുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ മകൻ പാദം നന്നായി തലത്തിൽ ചവിട്ടി നടന്ന് തനിച്ചിപ്പോൾ പോവും. അവരിപ്പോഴും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ 2023 ജനുവരി 26-ാം തീയതി ഞാൻ എൻ്റെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു. കുടുംബസമേതം വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയോട് നിയോഗം സമർപ്പിച്ച അത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. എൻ്റെ മകൾക്ക് 34 വയസ്സ് കഴിഞ്ഞിരുന്നു. അവളുടെ ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു മകള്. ആ മോക്കാണെങ്കിലും 4.5 വയസ്സ് കഴിഞ്ഞു. ഏതൊരമ്മയെ പോലെ ഞാനും ആഗ്രഹിച്ചു എൻ്റെ മകൾക്ക് ഒരു ആൺകുഞ്ഞും കൂടെ വേണമെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ മകൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന്. എൻ്റെ അമ്മ ആ പ്രാർത്ഥന കേട്ടു. ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് നവംബർ 4-ാം തീയതി എൻ്റെ മകൾ ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി അനുഗ്രഹിച്ചു.
ഇപ്പോൾ ഞാൻ മക്കളുടെ ശുശ്രൂഷ അവർ UK-യിലാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ വിസ കിട്ടിയില്ല, റിജക്ഷനായി. മകൾ വല്ലാതെ നൊമ്പരപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, അമ്മ എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്ന്. ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഏജൻസിക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ പഴയതുപോലെ വിസ കൊടുക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സമാധാനത്തിന് വെക്കാമെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് അപേക്ഷിച്ചു. ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തമായി ബൈബിൾ വായിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ വചനം ഇതായിരുന്നു, സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉടമ്പടി എടുത്ത നമ്മളെ അമ്മ ഒരിക്കലും ആരുടെയും മുമ്പിൽ തല എനിക്കാൻ ഇടവരുത്തില്ല. മകളോട് ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് വിസ കിട്ടും, അമ്മ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു, പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഇന്നലെ രാവിലെ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളി വന്നു. ഞാൻ അവിടെ പോകാൻ നേരത്തും മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് വചനം വായിച്ചിട്ടാണ് ഞാൻ പോയതെന്ന്. ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതാണ് എനിക്ക് ലഭിച്ച വചനം. ഞാൻ സമാധാനമായിട്ടാണ് പോയത്. കൊറിയർ വാങ്ങിച്ചു, ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഏറ്റവും അടുത്ത് കണ്ട പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. എന്താണേലും ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. ഈശോയുടെ മധ്യസ്ഥത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങി തന്നെ ഞാൻ ഓപ്പൺ ചെയ്തു. എനിക്ക് ഇന്നലെ വിസ കിട്ടി. അങ്ങനെ മാതാവിനോട് ജപമാല റാലിക്ക് വന്നപ്പോൾ ഞാൻ പറയുന്നു, അമ്മേ ഞാനിനി എൻ്റെ വിസ അടിച്ച പാസ്പോർട്ടുമായിട്ട് ഇവിടെ വരികയുള്ളൂ. ഞാൻ ഇന്ന് അങ്ങനെ തന്നെയാണ് വന്നത്. അതുപോലെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ദിവസം 12-ാം തീയതിയാണ് നിൻ്റെ ഡേറ്റ് എന്നെൻ്റെ കാതിൽ മുഴങ്ങി. അപ്പം ഞാൻ വിചാരിച്ചത് മകളുടെ ഡെലിവറി ഡേറ്റ് ആയിരിക്കാം എന്നാണ്. പക്ഷേ നവംബർ 4-ാം തീയതി മകൾ പ്രസവിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വിസ ലഭിക്കുന്ന ദിവസമായിരിക്കും. പക്ഷേ ഇന്നലെ 7-ാം തീയതി വിസയും ലഭിച്ചു. പിന്നെ എന്തായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഞാൻ ഇന്നിങ്ങോട്ട് ബസ്സിന് പോരുമ്പോൾ തുറവൂർ ഭാഗത്ത് വന്നപ്പോൾ മകൻ എന്നെ വിളിച്ചു, മമ്മിക്കുള്ള ടിക്കറ്റ് ഓക്കെ ആയി. അപ്പോൾ മകൻ പറഞ്ഞു 11-ാം തീയതി വൈകുന്നേരമാണ് മമ്മിക്ക് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നത് 12-ാം തീയതിയാണ്. അപ്പോൾ പരിസ്ഥിതി അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നു, അമ്മേ അമ്മ തന്ന കുഞ്ഞിനെയും എൻ്റെ മകളെയും ശുശ്രൂഷിക്കാൻ അമ്മ എന്നാണ് എന്നെ കൊണ്ടുപോകുന്നത്? അങ്ങനെ ഞാൻ ദിവസവും ചോദിക്കുമായിരുന്നു. കാരണം അത് വിസ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് അമ്മ ആദ്യം എനിക്ക് തന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനോടനുബന്ധിച്ചും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും അമ്മ ഒത്തിരി തന്നിട്ടുണ്ട്. അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ഇതിനു മുമ്പ് മകന് കിട്ടിയ സാക്ഷ്യത്തിന് നന്ദി പറയാൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ കയറി പറയാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. പക്ഷേ വൈകിപ്പോയതിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. കോടാനുകോടികൾ നന്ദി പറയുന്നു. ഞാൻ ഇനിയും ഉടമ്പടിയിലായിരിക്കും. ഞാൻ മാത്രമല്ല, വരും തലമുറയെ ഉടമ്പടിയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനുവേണ്ടി മകളെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. 1000 നന്ദി ഈശോയ്ക്കും തിരുക്കുമാരനും.